ഡോട്ട്സ് അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയുടെ മുൻകാല ചോദ്യപേപ്പറിലെ ചോദ്യോത്തരങ്ങളുടെ വിശദീകരണമാണ് തുടർച്ചയായ വീഡിയോകളിലായി നിങ്ങൾ കണ്ടുവരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നടത്തിയ പരീക്ഷയിലെ 30 ഇംഗ്ലീഷ് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നമ്മൾ പരിചയപ്പെട്ടു. ഇതേ ചോദ്യപേപ്പറിലെ പൊതുവിജ്ഞാന ചോദ്യങ്ങളാണ് 31 മുതൽ 80 വരെയുള്ള ചോദ്യങ്ങളായി നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. Which one of the following statement is not correct about the Advocate General of the state? He or she holds office during the pleasure of the governor. He or she is appointed by the governor. He or she advises the state government on legal matters. He or she cannot take part in the proceedings in the state legislature. So ചോദ്യം വരുന്നത് അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ചാണ്. അഡ്വക്കേറ്റ് ജനറലിൻ്റെത് ഏതാണ് ഇൻകറക്റ്റ് എന്നാണ് പറയുന്നത് സ്റ്റേറ്റ്മെന്റ്സിൽ. സോ യു നോ ദാറ്റ് അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത് ഹോൾഡ്സ് ഓഫീസ് ഡ്യൂറിംഗ് ദ പ്ലഷർ ഓഫ് ദി ഗവർണർ ആണ്. അപ്പോയിന്റഡ് ബൈ ദി ഗവർണർ ആണ്. ഗവർണർ ആണ് അവരെ അപ്പോയിന്റ് ചെയ്യുന്നത്. He or she advises the state government on legal matters. Yes, that is the function of Advocate General. Main responsibility എന്ന് പറയുന്നത് തന്നെ അതാണ്, ലീഗൽ മാറ്റേഴ്സിൽ ഹെൽപ്പ് ചെയ്യാന്നുള്ളത്. ലാസ്റ്റ് വൺ, he or she cannot take part in the proceedings in the state legislature. അത് തെറ്റാണ്. ബിക്കോസ് cannot take part അല്ല, പകരം എന്താണ്, can take part ആണ്. He can take part in the proceedings in the state legislature. He can talk. He can participate in the proceedings. അങ്ങനെയാണ് അഡ്വക്കേറ്റ് ജനറലിന്റെ ഫങ്ഷൻസ് അഥവാ റൈറ്റ്സ് വരുന്നത്. സോ ക്യാൻ ടേക്ക് പാർട്ട്. സോ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഹു മെയ്ഡ് ദ ഫേമസ് ദീപാവലി ഡിക്ലറേഷൻ ഓഫ് 1929 ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ? ഓപ്ഷൻസ്: ലോർഡ് ഇർവിൻ, ലോർഡ് ലിറ്റൺ, ലോർഡ് വേവൽ, ലോർഡ് റിപ്പൺ. നമ്മുടെ ആൻസർ വരുന്നത് ലോർഡ് ഇർവിൻ ആണ്. ലോർഡ് ഇർവിൻ ആണ് ദീപാവലി ഡിക്ലറേഷൻ. ഇറ്റ് വാസ് ഡിക്ലെയർഡ് ഓൺ 31st October 1929 and it was related to the dominion status for India. Okay, so Deepavali declaration is also known as the Irwin declaration. Irwin declaration കൂടി ഇതിനെ പറയാറുണ്ട്. അടുത്തത്, the term Nairobi package is related to the affairs of options: United Nations Environment Program, Food and Agriculture Organization, World Trade Organization, European Union. Answer വരുന്നത് World Trade Organizationന്റെ related ആയിട്ടുള്ള ഒരു term ആണ് Nairobi package, and this was adopted in 2015. This was adopted in 2015. Okay, next one. Malayalam language was declared classical language in the year 2011, 2012, 2013, 2014. നമ്മുടെ ആൻസർ വരുന്നത് 2013ലാണ് ക്ലാസിക്കൽ ലാംഗ്വേജ് സ്റ്റേറ്റസ് മലയാളത്തിന് കിട്ടിയത്. ഓക്കെ, നമുക്ക് 35th ക്വസ്റ്റ്യൻ നോക്കാം. The slogan Lifeline of the Nations is related to Indian Railways, AIMS, Indian Airlines, BSNL. Lifeline of the Nations എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേസിന്റെ സ്ലോഗൻ ആണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ. അടുത്ത നമുക്ക് നോക്കാം. ലൈൻസ് ജോയിനിങ് പ്ലേസസ് ഓഫ് ഈക്വൽ ക്ലൗഡിനെസ് ഓൺ എ മാപ്പ് ആർ കോൾഡ് ഐസോനെഫ്സ്, ഐസോഹെൽസ്, ഐസോഹൈറ്റ്സ്, ഐസോബാത്സ്. സോ ലൈൻസ് ജോയിനിങ് പ്ലേസസ് ഓഫ് അല്ലെങ്കിൽ പോയിന്റ്സ് ഓഫ് ഈക്വൽ ക്ലൗഡിനെസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഐസോനെഫ് ആണ്, ഈക്വൽ ക്ലൗഡിനെസിന്റെ പോയിന്റ്സ് സൂചിപ്പിക്കുന്നത്. അതേസമയം ഐസോഹെൽസ് എന്ന് പറയുന്നത് സൺഷൈൻ ആണ്, ഈക്വൽ അമൗണ്ട്സ് ഓഫ് സൺഷൈൻ ആണ് കാണിക്കുന്നത്, ഈക്വൽ അമൗണ്ട്സ് ഓഫ് സൺഷൈൻ. ആൻഡ് ഐസോഹൈറ്റ്സ് എന്ന് പറയുന്നത് പ്രസിപ്പിറ്റേഷൻ ആണ്, ഈക്വൽ പ്രസിപ്പിറ്റേഷൻ ആണ് സൂചിപ്പിക്കുന്നത്. ആൻഡ് ദെൻ ഐസോബാത്സ് എന്ന് പറയുന്നത് ഡെപ്ത് അണ്ടർ വാട്ടർ, ഡെപ്ത് അണ്ടർ വാട്ടർ. സോ നമ്മുടെ ആൻസർ വരുന്നത് ഈക്വൽ ക്ലൗഡിനെസ് ഐസോനെഫ്സ് ആണ്. Now 37th question. By the emission of dash and dash, acid rain is caused. Options: carbon and sulfur,
carbon and ammonium, nitrogen and sulfur, nitrogen and carbon. നമ്മുടെ ആൻസർ വരുന്നത് നൈട്രജൻ ആൻഡ് സൾഫർ കാരണമാണ് ആസിഡ് റെയിൻ കോസ് ചെയ്യുന്നത്. അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂണിയൻ മിനിസ്ട്രീസ് ലോഞ്ച്ഡ് മിഷൻ സത്യനിഷ്ഠ ഓൺ എത്തിക്സ് ഇൻ പബ്ലിക് ഗവേണൻസ്? സോ ഇത് 2019 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, അതുകൊണ്ട് തന്നെ ആ സമയത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഇത്. ഓക്കെ, സോ മിഷൻ സത്യനിഷ്ഠ എന്ന് പറയുന്നത് ആര് കൊണ്ടുവന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. മിനിസ്ട്രി ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ്, മിനിസ്ട്രി ഓഫ് റെയിൽവേസ്, മിനിസ്ട്രി ഓഫ് പാർലമെന്ററി അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് ടൂറിസം. നമ്മുടെ ആൻസർ വരുന്നത് മിഷൻ സത്യനിഷ്ഠ എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് റെയിൽവേസിൻ്റെതാണ്. മിനിസ്ട്രി ഓഫ് റെയിൽവേസ്. Okay, next, the concept of provision of urban amenities to rural area, Pura, model was given by options APJ Abdul Kalam, Manmohan Singh, C. Rangarajan, Kasturi Rangan. നമ്മുടെ ആൻസർ വരുന്നത് പുര എന്ന് പറയുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ബ്രെയിൻ ചൈൽഡ് ആണ്. സോ ദ കൺസെപ്റ്റ് വാസ് ഗിവൺ ബൈ APJ അബ്ദുൽ കലാം ആൻഡ് ദാറ്റ് ഇസ് ദി ആൻസർ. നെക്സ്റ്റ്, 40th question. Which SAARC nation is considered as carbon negative country of the world? Options Bangladesh, Bhutan, Afghanistan, Sri Lanka. നമ്മുടെ ആൻസർ വരുന്നത് ഭൂട്ടാൻ ആണ്. കാർബൺ നെഗറ്റീവ് കൺട്രി എന്ന് പറയുന്നത് ഭൂട്ടാൻ ആണ്. നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. The Kuka movement to overthrow British rule was organized in UP, Punjab, Bihar, Bombay. സോ കുക്ക മൂവ്മെന്റ് അല്ലെങ്കിൽ കുക്കാസിനെ നമ്മൾ നാംധാരീസ് എന്നും പറയാറുണ്ട്. കുക്കാസിനെ നമ്മൾ നാംധാരീസ് എന്നും പറയാറുണ്ട്. സോ കുക്ക മൂവ്മെന്റ് നടന്നത് പഞ്ചാബിലാണ്. ബ്രിട്ടീഷ് റൂളിനെ ഓവർത്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നടന്നൊരു മൂവ്മെന്റ് ആണ് കുക്ക മൂവ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ പല്ലവ ആർക്കിടെക്ചർ സ്റ്റൈൽ ഇസ് ഫൗണ്ട് ഇൻ കൊണാർക്ക്, ഹംപി, മഹാബലിപുരം, മധുരൈ. പല്ലവ ആർക്കിടെക്ചർ നമുക്ക് കാണാൻ പറ്റുന്നത് മഹാബലിപുരത്താണ്. Next question നമുക്ക് നോക്കാം. Bhanu Attaya was the first Indian from the film industry to win an Oscar award for. Options choreography, sound mixing, costume designing, makeup and hairstyling. So Bhanu Attaya won the Oscar award for costume designing for the film Gandhi. ഗാന്ധി ഫിലിമിനാണ് അവർക്ക് ഈ ഓസ്കർ അവാർഡ് കിട്ടിയത് and that was in 1983. 1983 സോ അവര് in fact she died on 15th October 2020. So she is no more, she passed away. And അവരുടെ മറ്റ് സിനിമകൾ, അവർ ഒരുപാട് സിനിമകളിൽ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അവരുടെ പോപ്പുലർ ആയിട്ടുള്ള സിനിമയാണ് പ്യാസ എന്ന് പറയുന്ന ഒരു ഹിന്ദി മൂവി. അതേപോലെ തന്നെ പോപ്പുലർ ആയിട്ടുള്ള മറ്റൊരു മൂവിയാണ് ഗൈഡ്. ദെൻ ലഗാൻ അവർക്ക് നാഷണൽ അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ദെൻ ദ മൂവി സ്വദേശ്. ഇങ്ങനെയുള്ള പോപ്പുലർ മൂവീസിലും അവർ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇൻ 2012 അവര് ഈ ഓസ്കർ അവാർഡ്, ഈ ഓസ്കർ സ്റ്റാറ്റുവേർട്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഫോർ സേഫ് കീപ്പിംഗ് ആഫ്റ്റർ ഹെർ ഡെത്ത്. അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, സോ വി മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് വൺ. 44th question. The last member state to join the Commonwealth of Nations is Montenegro, Afghanistan, East Timor and Rwanda. Answer വരുന്നത് റവാണ്ടയാണ്. That was in 2009. Last member to join the Commonwealth. അടുത്തത്, the salaries and allowances of judges of high courts are charged to Consolidated Fund of India, Consolidated Fund of State, Contingency Fund of India, Contingency Fund of State. നമ്മുടെ ആൻസർ വരുന്നത് Consolidated Fund of State ആണ്. Salaries and allowances, they are charged to the Consolidated Fund of State. അതേസമയം ഹൈക്കോർട്ട് ജഡ്ജസിന്റെ പെൻഷൻ എന്ന് പറയുന്നത് it is charged on the Consolidated Fund of India ആണ്. Charged on the Consolidated Fund of India. Next question. Which of the following countries is regarded as the originator of the concept of microfinance? Options India, Pakistan, Bangladesh, Brazil. നമ്മുടെ ആൻസർ വരുന്നത് ബംഗ്ലാദേശ് ആണ്. ബിക്കോസ് ബംഗ്ലാദേശിലാണ് മൈക്രോ ഫിനാൻസിന്റെ റൂട്ട്സ് വരുന്നത്. ആൻഡ് ദിസ് വാസ് ഫൗണ്ടഡ് ബൈ, ദി ഐഡിയ ഓഫ് മൈക്രോ ഫിനാൻസ് വാസ് ഫൗണ്ടഡ് ബൈ
Muhammad Yunus of Bangladesh. Next question namukku nokkam. 47th one. Which of the following constitution amendment bills provides for according constitutional status to National Commission for Backward Classes in India? Options: 120th Amendment Bill, 121st Amendment Bill, 122nd Amendment Bill, and 123rd Amendment Bill. So NCBC എന്ന് പറയുന്നത് നേരത്തെ, അതായത് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് എന്ന് പറയുന്നത് നേരത്തെ അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരുന്നു. അത് പിന്നീടാണ് അതിനൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബാക്കപ്പ് കൊടുക്കുന്നത്, ആൻഡ് ദാറ്റ് വാസ് ബൈ ദി 123rd Amendment Bill. പക്ഷേ ആക്ട് ഏതാന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് 102 Amendment Act. 102nd. So that was by the 102nd Amendment Act 2018. അപ്രകാരമാണ് അതിനൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട്, അതല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാക്കി ഇതിനെ മാറ്റുന്നത്. ബിൽ 123rd Amendment ബില്ലും ആക്ട് എന്ന് പറയുന്നത് 102 Amendment Act ആണ്. അടുത്തത് ഉഡാൻ. The new scheme of Government of India is associated with Ministry of Civil Aviation, Ministry of HRD, Ministry of Social Justice and Empowerment, Ministry of Women and Child Development. Answer വരുന്നത് ഉഡാൻ സ്കീം എന്ന് പറയുന്നത് Ministry of Civil Aviation താണ്. Next question നോക്കാം. The first formal summit between Donald Trump and Vladimir Putin were held in. So ഇതെന്ന് പറയുന്നത് ഇതും 2018 നടന്ന ഒരു ഇവന്റ് ആണ്. അത് നടന്നത് ഹെൽസിങ്കിയിലാണ് കേട്ടോ, ഹെൽസിങ്കി. സോ ഹെൽസിങ്കി ഇസ് ദി ക്യാപിറ്റൽ ഓഫ് ഫിൻലാൻഡ്. ഫിൻലാൻഡിന്റെ ക്യാപിറ്റൽ ആണ് ഹെൽസിങ്കി എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് നോക്കാം ഡോൾഡ്രം. ഡോൾഡ്രം ഇസ് എൻ ഏരിയ ഓഫ് ലോ ടെമ്പറേച്ചർ, ലോ റെയിൻഫോൾ, ലോ ഹ്യൂമിഡിറ്റി ആൻഡ് ലോ പ്രഷർ. ആൻസർ വരുന്നത് ലോ പ്രഷർ ആണ്. ഇക്വറ്റോറിയൽ റീജിയനിലെ ലോ പ്രഷർ ബെൽറ്റിനെയാണ് നമ്മൾ ഡോൾഡ്രംസ് എന്ന് പറയുന്നത്. Next question. The president's rule in a state under Article 356 of the Constitution of India can be extended up to a maximum period of 1 year, 2 years, 3 years, indefinite period. Maximum period വരുന്നത് 3 years ആണ്. Maximum പോയാൽ under Article 356 president's rule 3 വർഷം വരെ മാത്രമേ പറ്റുള്ളൂ. We move on to the next. Recently, Ramnath Kovind, the President of India, inaugurated World Hindi Secretariat building in a foreign country. Name the country. So that is also current affairs. So that is Mauritius. Mauritius ആണ് World Hindi Secretariat ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. Next question. 4 phases of disaster management planning includes mitigation, preparedness, response. Response and options: evacuation, recovery, rebuilding, rehabilitation. Answer വരുന്നത് recovery ആണ്. 4 phases of disaster management planning includes mitigation, preparedness, response and recovery. Next question. Silviculture is the management of rivers, mountains, forests, backwaters. നമ്മുടെ ആൻസർ വരുന്നത് forests ആണ്. Silviculture is the management of forests. And study of forest and woods നെ നമ്മൾ പറയുന്നത് silvology എന്നാണ്. That is the study of forests and woods. Next, question number 55. Which of the given pairs are correctly matched? Gully, cricket, caddy, rugby, jockey, horse race, bully, hockey. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കുക, ഗളി ക്രിക്കറ്റ് ആണ്, ദാറ്റ്സ് റൈറ്റ്. കാഡി റഗ്ബിയിലല്ല, ആ വേർഡ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഗോൾഫിലാണ്. ആൻഡ് ജോക്കി, ദാറ്റ്സ് റൈറ്റ്, ഹോഴ്സ് റേസ്. ആൻഡ് ബുള്ളി, ഹോക്കി, ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 1, 3 and 4. കറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ടുള്ളത് 1, 3 and 4 ആണ്. ഈ കാഡിക്കൊരു വേറൊരു സ്പെല്ലിംഗ് കൂടിയുണ്ട്, CADDY. ഓക്കെ, ഇങ്ങനെയും എഴുതാം. Next one. No woman can be arrested before 6 AM and after 6 PM except in exceptional circumstances with the prior permission of the first class judicial magistrate is mentioned in. ഏതിലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. A woman cannot be arrested before 6 AM and after 6 PM. എക്സെപ്ഷണൽ കണ്ടീഷൻസിൽ മാത്രമേ സാധിക്കുള്ളൂ. ആ പറയുന്ന പ്രൊവിഷൻ ഏത് സെക്ഷനിലാണെന്നാണ് ചോദ്യം. സെക്ഷൻ
CRPC section 52, CRPC section 46 clause 4, CRPC section 185 and section 160. നമ്മുടെ ആൻസർ വരുന്നത് CRPC section 46-ലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്, മെൻഷൻ ചെയ്തിരിക്കുന്നത്. Okay, next question. The RBI issues currency notes under the Federal Reserve System, maximum fiduciary system, fixed minimum reserve system, monetary benefit system. The RBI issues currency notes under the fixed minimum reserve system. Fixed minimum reserve system അടിസ്ഥാനത്തിലാണ് കറൻസി നോട്ട്സ് ഇഷ്യൂ ചെയ്യുന്നത്. ഈ ഫിക്സഡ് മിനിമം സിസ്റ്റം നമ്മൾ അഡോപ്റ്റ് ചെയ്തത് 1956-ലാണ്. 1956. അതനുസരിച്ച് RBI should keep a minimum reserve of rupees 200 crore comprising foreign currencies, gold, coin and gold bullion. ഇങ്ങനെയായിരിക്കണം 200 crore റിസർവ് വരേണ്ടത്. ഇതാണ് ഫിക്സഡ് മിനിമം റിസർവ് സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. The blood pressure in human is connected with the gland, testis, liver, adrenal, pancreas. നമ്മുടെ ആൻസർ വരുന്നത് അഡ്രിനാൽ ആണ്. The blood pressure in human is connected with adrenal. Next question നമുക്ക് നോക്കാം. Match list 1 with list 2. Operation Karuna, Operation Madat, Operation Sahyog, Operation Sahayata. So നമ്മൾ മാച്ച് ചെയ്യണം. So Operation Karuna എന്ന് പറയുന്നത് എയർഫോഴ്സിൻ്റെതാണ്. ആൻഡ് ഓപ്പറേഷൻ മദത്ത് എന്ന് പറയുന്നത് നേവിയുടേതാണ്. ഓപ്പറേഷൻ സഹയോഗ് എന്ന് പറയുന്നത് ആർമിയുടേതാണ്. ആൻഡ് ഓപ്പറേഷൻ സഹായത എന്ന് പറയുന്നത് CRPF-ൻ്റെതാണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് A3 ആയിരിക്കണം. A3 വരുന്ന ഓപ്ഷൻസ് നമുക്ക് 2 എണ്ണം വരുന്നുണ്ട്. ദെൻ B2 ആണ്. B2 is also 2 എണ്ണം വരുന്നുണ്ട്. ദെൻ C1 ആയിരിക്കണം. സോ C1 വരുന്നത് ഓപ്ഷൻ D ആണ്. അങ്ങനെ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ D ആണ്. Question number 60 നോക്കാം. Which of the following is used as a moderator in nuclear reactors? So moderator ആയിട്ട് ന്യൂക്ലിയർ റിയാക്ടറിൽ യൂസ് ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദ്യം. തോറിയം, ഗ്രാഫൈറ്റ്, ഓർഡിനറി വാട്ടർ, റേഡിയം. ആൻസർ വരുന്നത് ഗ്രാഫൈറ്റ് ആണ്. നെക്സ്റ്റ് വൺ, റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ. ജാതിനാശിനി സഭ വാസ് ഫൗണ്ടഡ് ബൈ ആനന്ദ തീർത്ഥൻ. യാചന യാത്ര വാസ് ലെഡ് ബൈ പണ്ഡിറ്റ് കറുപ്പൻ. സോ ആൻസർ വരുന്നത് എന്താണ്? ജാതിനാശിനി സഭ വാസ് ഫൗണ്ടഡ് ബൈ ആനന്ദ തീർത്ഥൻ. ദാറ്റ്സ് റൈറ്റ്. യാചന യാത്ര വാസ് ലെഡ് ബൈ VT ഭട്ടതിരിപ്പാട്. It was led by VT Bhattadirippadu. Okay, so only one statement is right. So that way we have got the answer. Option A ആണ് നമ്മുടെ ആൻസർ വരുന്നത്. Statement 1 only is correct. Next question, match list 1 with list 2. List 1, Bernardo Bertolucci. Bernardo Bertolucci എന്ന് പറയുന്നത് ഒരു ഫിലിം ഡയറക്ടർ ആണ്. ഇറ്റാലിയൻ ഫിലിം ഡയറക്ടർ ആണ്. സോ ദാറ്റ് മീൻസ് ദാറ്റ് ഇസ് ഓപ്ഷൻ 4. ലൂക്ക മോഡ്രിക് എന്ന് പറയുന്നത് ഒരു ക്രൊയേഷ്യൻ ഫുട്ബോളർ ആണ്. സോ ദാറ്റ് ഇസ് 1. ആദർ ഹെയ്ലി എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് കനേഡിയൻ നോവലിസ്റ്റ് ആണ്. സോ ദാറ്റ് മീൻസ് ദാറ്റ് ഇസ് ഓപ്ഷൻ 2. ആദർ ആഷ്കിൻ എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ സയന്റിസ്റ്റ് ആണ്. സോ ദാറ്റ് ഇസ് 3. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് A4 ആണ്. A4 വരുന്ന ഓപ്ഷൻ B മാത്രമാണ്. A4, B1, C2 and D3. Next set of questions നമുക്ക് നോക്കാം. The concept of concurrent list in Indian Constitution was borrowed from Canada, Australia, Japan, USA. നമ്മുടെ ആൻസർ വരുന്നത് concurrent list is from Australia. Hikkath is the folk dance of Assam, Jammu and Kashmir, West Bengal, Manipur. And our answer is Jammu and Kashmir. Hikkath എന്ന് പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലെ ഫോക്ക് ഡാൻസ് ആണ്. റൌഫ് എന്ന് പറഞ്ഞ ഒരു ഡാൻസ് ഫോം കൂടിയുണ്ട്.
റൌഫ് കേട്ടോ, ജമ്മു ആൻഡ് കാശ്മീരിലെന്നാണ് റൌഫ് ഡാൻസ്. അടുത്തത് ആന്ത്രപ്പോഫോബിയ ഈസ് റിലേറ്റഡ് ടു. ആന്ത്രപ്പോഫോബിയ ഈസ് ഫിയർ ഓഫ്. Anthrophobia is fear of. Option A, fire, people, flower, dogs. So anthropo is related to people. So it is the fear of people. Phobia എന്ന് പറയുന്നത് fear ആണ്. So anthropo is related to people ആണ് anthropophobia. അതേസമയം ഫ്ലവറിൻ്റെതാണെങ്കിൽ ആന്തോഫോബിയ എന്നാണ് പറയുന്നത്. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. It is anthophobia, flower. Sixty-sixth question. The creator of the painting The Potato Eaters. First one, Vincent van Gogh, Leonardo da Vinci, Pablo Picasso, M.F. Hussein. Answer is Vincent van Gogh. Next question. Who said, where there is no law, there is no freedom? John Locke, David Hume, Karl Marx, Bertrand Russell. So answer is John Locke ആണ് അങ്ങനെ പറഞ്ഞത്. Where there is no law, there is no freedom. ജോൺ ലോക്ക് ഇത്രയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. The end of law is not to abolish or restrain, but to preserve and enlarge freedom. So end എന്ന് പറയുന്നത് ഉദ്ദേശം എന്നുള്ള അർത്ഥത്തിൽ. The end of law is not to abolish or restrain, but to preserve and enlarge freedom. So that was also given by John Locke. Okay. So we'll see the next one. A bill presented in the parliament becomes an act only after the president has given assent to it. It is passed by the standing committee, the Supreme Court's declaration. It is signed by Speaker of Lok Sabha. So നമുക്കറിയാം ഒരു ബില്ല് ആക്ട് ആവണമെങ്കിൽ അവിടെ വേണ്ടുന്നത് പ്രസിഡന്റിന്റെ അസെന്റ് ആണ്. So option A ആണ് ആൻസർ. Next question. Dudhsagar waterfalls is situated at Goa, Gujarat, Sikkim, Meghalaya. So Dudhsagar എന്ന് പറയുന്നത് ഗോവയിലാണ് waterfalls. Next one, who among the following acted as returning officer for the election of President of India 2017? Chief Election Commissioner, Secretary General of Lok Sabha, Chief Justice of India, Speaker of Lok Sabha. നമ്മുടെ ആൻസർ വരുന്നത് Secretary General of Lok Sabhയാണ് റിട്ടേണിംഗ് ഓഫീസർ ആയിട്ട് അന്ന് ആക്ട് ചെയ്തത്. Next question. In which case the Supreme Court of India observed that Parliament has no power to amend fundamental rights? Options A.K. Gopalan versus State of Madras, Maneka Gandhi versus Union of India, Keshavananda Bharati versus State of Kerala, Golaknath versus State of Punjab. So answer വരുന്നത് Golaknath versus State of Punjab ആണ്. Parliament has no power to amend fundamental rights എന്നുള്ളത്. ഇത് പിന്നീട് കേശവാനന്ദ ഭാരതി കേസിൽ ഈ ജഡ്ജ്മെന്റിൽ പിന്നീട് ഇത് കേശവാനന്ദ ഭാരതി കേസിൽ ഈ ജഡ്ജ്മെന്റിൽ മാറ്റം ഉണ്ടായിരുന്നു. ഓക്കെ, അവിടെയാണ് ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ പറയുന്നത്. Next, a mathematically oriented computer program for scientific problems. Fortran, COBOL, Prolog, Lisp. Answer വരുന്നത് Fortran ആണ്. Fortran ആണ് mathematically oriented computer program. Next question. Which country's passport is considered as the most powerful and best in the world according to the report of Henley Passport Index 2018? അപ്പൊ 2018 പാസ്പോർട്ട് ഇൻഡെക്സ് നമുക്ക് ഇപ്പം അറിയേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഇപ്പം അറിയേണ്ടത് 2022 ഫസ്റ്റ് ക്വാർട്ടറിലെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. സോ അത് നമ്മൾ അറിഞ്ഞു വെക്കണം. 2022 ഇപ്പം ഏറ്റവും പവർഫുൾ എന്ന് പറയുന്നത് 2 പാസ്പോർട്ട്സ് ആണ്. ഒന്ന് ജപ്പാന്റെ പാസ്പോർട്ടും അതേപോലെ തന്നെ സിംഗപ്പൂരിന്റെ പാസ്പോർട്ടുമാണ് ടോപ്പിൽ വരുന്നത്. രണ്ടും ടോപ്പാണ്, ഫസ്റ്റ് പ്ലേസ് ആണ് ജപ്പാൻ ആൻഡ് സിംഗപ്പൂർ. ആൻഡ് സെക്കൻഡ് വരുന്നത് അഗെയിൻ 2 കൺട്രീസ് ആണ്, ജർമ്മനി ആൻഡ് സൗത്ത് കൊറിയ. സെക്കൻഡ് സ്ട്രോങ്സ്റ്റ് എന്ന് പറയുന്നത് ജർമ്മൻ പാസ്പോർട്ടും സൗത്ത് കൊറിയയുടെ പാസ്പോർട്ടും ആണ്. ഇന്ത്യയുടെ സ്ഥാനം 83rd റാങ്ക് ആണ്. ഇന്ത്യക്ക് 83rd റാങ്ക് ആണ് 2022 ഫസ്റ്റ് ക്വാർട്ടറിൽ വന്നിരിക്കുന്നത്. അടുത്തത്, who invented the first computer mouse? Ted Nelson, Charles Babbage, Douglas Engelbart, Bill Atkinson. നമ്മുടെ ആൻസർ വരുന്നത് ഡഗ്ലസ് എംഗിൾബാർട്ട് ആണ്. നെക്സ്റ്റ്, who among the following is not associated with the Chipko movement? Not associated എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഗൗരാദേവി, മേധ പട്കർ, സുന്ദർലാൽ ബഹുഗുണ, ചന്ദി പ്രസാദ് ഭട്ട്. ഇതില് മേധ പട്കർ ആണ് നോട്ട് ഇൻവോൾവ് വിത്ത് ചിപ്കോ മൂവ്മെന്റ്. Not involved with Chipko movement.
Next one, number of languages included in the 8th schedule to the Constitution of India. So it is 22. 22 languages ആണ് 8th schedule include ചെയ്തിരിക്കുന്നത്. Next, the author of Shyama Madhavam, ONV കുറുപ്പ്, ജയദേവൻ VT, പ്രഭാവർമ്മ, സച്ചിദാനന്ദൻ. ശ്യാമ മാധവത്തിന്റെ ഓഥർ എന്ന് പറയുന്നത് പ്രഭാവർമ്മയാണ്. Next question, the case heard by the largest constitutional bench of 13 Supreme Court judges, Minerva Mills versus Union of India, Brahma Samaj Education Society versus State of West Bengal, Keshavananda Bharati versus State of Kerala, IC Golaknath versus State of Punjab. നമ്മുടെ ആൻസർ വരുന്നത് കേശവാനന്ദ ഭാരതി കേസിലാണ് 13 ജഡ്ജസ് വരുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് കേസ് കേട്ടതും തീരുമാനമെടുത്തതും. 79th one, name the activist from Kerala who was included in the BBC's 100 influential and inspirational women 2018 list ആണ്. 2018 ലിസ്റ്റിൽ it was വിജി പെൺകൂട്ടം. വിജി പെൺകൂട്ടം, ദയാബായി, സുഗത കുമാരി, സുനിത കൃഷ്ണൻ ഒക്കെ ഓപ്ഷൻസ് ഉണ്ട്. ബട്ട് ദി ആൻസർ ഇസ് 2018 ലിസ്റ്റിൽ കേരളത്തിനുള്ള ആക്ടിവിസ്റ്റ് വിജി പെൺകൂട്ടമായിരുന്നു. നെക്സ്റ്റ്, നിഫ്റ്റി ഇൻഡെക്സ് ഇസ് ബേസ്ഡ് ഓൺ ഡാഷ് ഷെയർസ്. സോ നിഫ്റ്റി ഇൻഡെക്സ് ഇസ് ബേസ്ഡ് ഓൺ 50 ഷെയർസ്. 50 കമ്പനിയുടെ ഷെയർസ് ആണ് നിഫ്റ്റി ഇൻഡെക്സിലുള്ളത്. 2019 നടന്ന കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയുടെ മുൻകാല ചോദ്യപേപ്പറിലെ പൊതുവിജ്ഞാന ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ കണ്ടത്. ഏറ്റവും പുതിയ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രയോജനകരമായി തീരാൻ വേണ്ടി ഈ വീഡിയോ നിങ്ങൾ ദയവായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തുക, പരമാവധി ആൾക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. Thank you. Subscribe now and press the bell icon. Never miss an update.